എല്ലാവരും ഇഷ്ടപ്പെടാൻ 5 മനഃശാസ്ത്ര തന്ത്രങ്ങൾ. നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ഉത്തരം നൽകാൻ സൈക്കോളജിയിൽ 5 ശക്തമായ തന്ത്രങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ഒന്നാമതായി, മിറർ എഫക്റ്റ്. എന്താണ് മിറർ എഫക്റ്റ്? നിങ്ങൾ ആർക്കൊപ്പമാണോ ഇരിക്കുന്നത്, നിങ്ങൾ അവരെ പോലെ സംസാരിക്കുമ്പോഴോ അവരുടേതുപോലുള്ള ശരീരഭാഷ ഉപയോഗിക്കുമ്പോഴോ ആണ് അവർ നിങ്ങളോട് കൂടുതലായി അടുത്തതായി തോന്നുന്നത്. ഇതെങ്ങനെ പ്രയോഗിക്കാം? ആദ്യമായി നിങ്ങൾ അവരുടെ എനർജി, ടോൺ എന്നിവ മനസ്സിലാക്കുക. പിന്നെ അവരുടെ ഹാൻഡ് ജെസ്ചറുകൾ അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷനുകൾ അനുകരിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്: അനുകരണം ഒരിക്കലും ഓവർ ആകരുത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നിങ്ങളുമായി അടുക്കാനുള്ള തോന്നലുണ്ടാകും. രണ്ടാമതായി, ദ പവർ ഓഫ് ജെന്യുയിൻ സ്മൈൽ. ഒരു നല്ല സ്മൈലാണ് ആളുകളെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും എളുപ്പ വഴി. പക്ഷേ അതേസമയം അത് സത്യസന്ധമായി ഉള്ളിൽ നിന്നും വന്നതാകണം. എന്തുകൊണ്ടാണ് യഥാർത്ഥ സ്മൈൽ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ പ്രേരിപ്പിക്കുന്നത്? ഒരു ഒറിജിനൽ സ്മൈൽ ഉണ്ടാകുമ്പോൾ ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സ്രവിക്കപ്പെടുന്നു. ഡോപ്പമിൻ സ്രവിക്കുന്നത് സന്തോഷം, ഉല്ലാസം എന്നിവ വർദ്ധിപ്പിക്കുന്നു. സെറോട്ടോണിൻ ഒരു മൂഡ് ബൂസ്റ്റർ ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇത് സ്ട്രെസ് കുറയ്ക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും സന്തോഷം നൽകുകയും ചെയ്യുന്നു. ആളുകൾ നിങ്ങളുടെ സ്മൈൽ കാണുമ്പോൾ അത് മറ്റുള്ളവരെയും സന്തോഷവാനാക്കും. അതേപോലെ പ്രതികരിക്കാനുള്ള മനഃശാസ്ത്രപരമായ സ്വഭാവം തീർച്ചയായും മറ്റുള്ളവരും കാണിക്കും. ഒന്നാമതായി, സേ ദെയർ നെയിംസ് മോർ ഓഫൺ. പേര് ചൊല്ലുന്നതിന്റെ ശക്തി. നിങ്ങളുടെ പേര് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളോട് സംസാരിച്ചാൽ അത് നല്ല അനുഭവം ഉണ്ടാക്കുമല്ലോ. അതിനു കാരണം ആളുകൾക്ക് അവരുടെ പേരുകൾ കേൾക്കാൻ ഇഷ്ടമാണ്. സംഭാഷണത്തിൽ അവരുടെ പേര് ഉദ്ദേശപൂർവം ചേർക്കുക. ഉദാഹരണമായി, സൂര്യ, നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടമായോ? നിങ്ങൾക്ക് പേര് ഓർമ്മിക്കാൻ പ്രയാസമാണോ? ഇതുപോലെ ചെയ്താൽ മതി. പേരു കേട്ട ഉടൻ 3 തവണ മനസ്സിലൂടെ ആവർത്തിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ കൂടുതൽ നേരം പേര് ഓർമ്മിക്കപ്പെടുകയും മറ്റുള്ളവർക്ക് സ്വന്തം പേര് കേൾക്കുന്നത് കൊണ്ട് നിങ്ങളോട് കൂടുതൽ അടുക്കാനുള്ള സാധ്യത കൂടും. നാലാമതായി, ബെൻ ഫ്രാങ്ക്ലിൻ എഫക്റ്റ്. ഒരു ചെറിയ സഹായം ചോദിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. എന്താ അതിശയകരമല്ലേ? ഒരു വ്യക്തി മറ്റൊരാളോട് പേന കടം ചോദിക്കുന്നു. അവൻ അത് നൽകുന്നു. തുടർന്ന് നല്ലൊരു സൗഹൃദം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്? അവർ നിങ്ങളെ ഒരിക്കൽ സഹായിച്ചാൽ അവരുടെ മനസ്സ് അപ്രത്യക്ഷമായിട്ട് ചിന്തിക്കും, ഞാൻ അവനെ സഹായിച്ചു, അതുകൊണ്ട് അവൻ നല്ല ആളായിരിക്കണം. ഇത് വിശ്വാസബന്ധം ഉണ്ടാക്കുന്നു. ചെറിയ സഹായങ്ങൾ ചോദിച്ചു തുടങ്ങുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അഞ്ചാമതായി, ഹൈലൈറ്റ് എഫക്റ്റ്. നിങ്ങളോട് ആളുകൾക്ക് താല്പര്യമുണ്ടായിരിക്കണമെങ്കിൽ അവർക്ക് നിങ്ങൾ നല്ലതായി തോന്നണം. അതിനായി നിങ്ങൾ അവരുടെ നല്ല ഗുണങ്ങൾ ചൂണ്ടിക്കാണിപ്പിക്കുക. ഉദാഹരണമായി, നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ നല്ലതാണ് എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ അവർ സന്തോഷത്തോടെയാണ് പ്രതികരിക്കുന്നത്. നിങ്ങളുടെ ചിന്താഗതികൾ അതിമനോഹരമാണ്. ഇതുപോലുള്ള സ്പെസിഫിക് കോംപ്ലിമെന്റുകൾ നൽകുക. വ്യക്തിപരമായി അവരുടെ നല്ല വശങ്ങൾ അടയാളപ്പെടുത്തുക. ഇതിന്റെ ഫലമായി നിങ്ങൾ ഒരു പോസിറ്റീവ് വ്യക്തിയായി അവർക്ക് തോന്നും. കൂടാതെ അവർ നിങ്ങൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. ഈ 5 തന്ത്രങ്ങൾ ഇഷ്ടമായോ? നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെ മനഃശാസ്ത്രത്തിന്റെ ഒളിയൊളിപ്പുകൾ അറിയാൻ താല്പര്യമുണ്ടോ? ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.